അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സത്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാണം കെട്ട് വരികയാണ് കേട്ടോ. അച്ചു ഒരു തരത്തിലും കോംപ്രമൈസിന് നിൽക്കണില്ല. ആ പ്രതികളെ വീണ്ടും ലോക്കപ്പിലേക്ക് അടയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം സത്യൻ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ വിജയശങ്കറും വന്നിട്ടുണ്ടാവും കേട്ടോ. സത്യം പറയണം, ഞാൻ പോയിട്ട് എന്നെ അവൻ വഷളാക്കിയിട്ടാണ് വിട്ടിരിക്കുന്നത്. അവൻ പോലീസുകാരനായ ഒരു ഗമയാണ് അവന്. പക്ഷേ ആ അഹങ്കാരം അഹമ്മതി ഇവിടെ നടക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. രുക്കുന് എന്ത് ചെയ്യണമെന്നറിയാതെ രുക്കു ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ട് സത്യമ്മൻ അങ്കിൾ പോയിട്ട് ഇങ്ങനെ ആയല്ലോ എന്നുള്ള വിഷമമാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട്, അവനെ എങ്ങനെയാണ് പോലീസുകാരനായത് എന്നുള്ള ഓർമ്മ അവനൊന്ന് ഓർമ്മപ്പെടുത്തണം, എങ്കിൽ മാത്രമേ അവൻ്റെ അഹങ്കാരം കഴിയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് രുക്കുനോടും ചന്ദ്രകാന്തത്തിൽ എല്ലാവരോടുമായിട്ട് പറയുന്നത്. നമ്മൾ തന്നെ അവൻ്റെ കടിഞ്ഞൺ പിടിച്ചിടണം, അല്ലെങ്കിൽ ഒരുപാട് അവൻ മുന്നോട്ട് പോകും, അത് പറ്റില്ല എന്ന് വിജയശങ്കർ ചന്ദ്രയോടും രുക്കുനോടും എല്ലാവരോടുമായിട്ട് പറയണം കേട്ടോ. അതേസമയം അമ്പാട്ട് വീട്ടിലേക്ക് അച്ചു വരികയാണ് കേട്ടോ. യൂണിഫോമോട് കൂടി വരികയാണ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. പക്ഷേ അച്ചു ഒരു പരിചയമോകോ ഒന്നും കാണിക്കണില്ല കേട്ടോ. അച്ചു എന്നിട്ട് എല്ലാവരോടും കൂടിയിട്ട് പറയാണ്, നിങ്ങൾ ആ മുക്കുവണ്ട കേസിലേ നിങ്ങളുടെ ജാമ്യം കഴിയാറായി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അർച്ചനയും എല്ലാവരും പറയുന്നുണ്ട്, അച്ചു നീ എന്താ ഈ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കുകയാണ്, അതിൽ ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല എന്ന് അച്ചു പറയണം കേട്ടോ. അർച്ചനയും എല്ലാവരും പറഞ്ഞിട്ടും അച്ചു കേൾക്കില്ല. അച്ചു എന്തായാലും മൂന്നിനെയും കൊണ്ടേ പോകൂ എന്നുള്ള ആ ഒറ്റ ഉദ്ദേശത്തോടു കൂടി വരികയാണ് കേട്ടോ. പക്ഷേ അർച്ചന ഒരുപാട് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാതെ അച്ചു മൂന്നിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അമ്പാട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.